ഗാസയിൽ ഇപ്പോഴും കൂട്ടക്കുരുതി തുടരുന്ന ഇസ്രയേലുമായുള്ള ബന്ധം വിച്ഛേദിക്കണം എന്നാവശ്യപ്പെട്ട് ചിലിയിൽ ബഹുജന പ്രതിഷേധം നടന്നു. ചിലിയിലെ സാന്റിയാഗോ പ്രവിശ്യയിലാണ് ഇസ്രയേലിൻ്റെ ക്രിമിനൽ എംബസി പൂട്ടുക എന്ന മുദ്രാവാക്യവുമായി നിരവധി ആളുകൾ സംഘടിച്ചത്. ഗാസയ്ക്കെതിരായ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് പ്രതിഷേധക്കാർ ആഹ്വാനം ചെയ്തു. പലസ്തീൻ്റെ പതാകകൾ വീശിയും വിമോചന പോരാട്ടത്തിൻ്റെ പ്രതീകങ്ങളിലൊന്നായ കഫിയ അണിഞ്ഞുമാണ് സമരക്കാർ എത്തിയത്. ചിലിയുടെ അംബാസഡറെ ഇസ്രയേലിൽ നിന്ന് പിൻവലിക്കണമെന്ന് പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക്കിനോട് പ്രതിഷേധം നടത്തിയവർ ആവശ്യപ്പെട്ടു. ഇതോടൊപ്പം കാനഡയിലെ ടൊറൻറ്റോയിലും ഇസ്രയേൽ വിരുദ്ധ പ്രതിഷേധം അരങ്ങേറിയിരുന്നു. ടൊറൻറ്റോയിലെ ജൂത ആശുപത്രിയായ മൗണ്ട് സിനായ് ഹോസ്പിറ്റലിന് പുറത്തായിരുന്നു ആ പ്രതിഷേധം നടന്നത്. ഇൻതിഫാദ നീണാൽ വാഴട്ടെ എന്ന് മുദ്രാവാക്യം മുഴക്കിയ സമരക്കാർ ആശുപത്രിയുടെ മുകളിൽ പലസ്തീൻ പതാക ഉയർത്തുകയും ചെയ്തു. ഈ സംഭവത്തെ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അപലപിച്ചു. ഇന്നലെ മൗണ്ട് സിനായ് ഹോസ്പിറ്റലിൽ നടന്ന പ്രകടനം അംഗീകരിക്കുന്നില്ല, ആശുപത്രികൾ ചികിത്സക്കും പരിചരണത്തിനുമുള്ള സ്ഥലങ്ങളാണ്, പ്രതിഷേധങ്ങൾക്കും ഭീഷണികൾക്കും വേണ്ടിയല്ല എന്നാണ് അദ്ദേഹം എക്സിൽ പങ്കുവച്ച ഒരു കുറിപ്പിൽ പറയുന്നത്. ഗാസയിലെ കൂട്ടക്കൊല ഉടനെ നിർത്തണമെന്ന് ഇസ്രയേലിനോട് വത്തിക്കാനും ആവശ്യപ്പെട്ടു. 30,000 പേർ മരിച്ചു കഴിഞ്ഞു, ഇനിയെങ്കിലും ഈ ക്രൂരത അവസാനിപ്പിക്കണമെന്നാണ് ഇസ്രയേലിനോട് വത്തിക്കാൻ ആവശ്യപ്പെട്ടത്. കാര്യങ്ങൾ ഇതുപോലെ ഇനി തുടരാനാവില്ല, ഗാസയിലെ പ്രശ്നം പരിഹരിക്കാൻ മറ്റ് വഴികൾ കണ്ടെത്തണമെന്നും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിൻ പറയുന്നു. ഒക്ടോബർ 7 നടന്ന കാര്യങ്ങളെ തങ്ങൾ തീർത്തും അപലപിക്കുന്നു, എങ്കിലും ഇപ്പോഴത്തെ ഇസ്രയേലിൻ്റെ പ്രതികരണം അങ്ങേയറ്റം മര്യാദകൾ ലംഘിക്കുന്നതാണെന്നും അദ്ദേഹം പറയുന്നു. യേശു ജനിച്ച മണ്ണിൽ തന്നെ സമാധാന സന്ദേശം മുങ്ങി മരിക്കുകയാണെന്ന് ക്രിസ്മസ് ദിന സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയും പറഞ്ഞിരുന്നു. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ കൂട്ടക്കുരുതിയിൽ പ്രതിഷേധിച്ച് യേശു പിറന്ന ബെത്ലഹേമിൽ ഇത്തവണ ക്രിസ്മസ് ആഘോഷങ്ങൾ പാടെ ഒഴിവാക്കിയിരുന്നു.